പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. നാം എല്ലാവരും അറിയുന്നത് പോലെ കർത്താവ് അടിയങ്ങൾക്കൊരു പൈതലിനെ ദാനമായി നൽകി. അനേകർ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ മറുപടി ഞങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ എല്ലാവരോടും നന്ദി പറയുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. വെളിപ്പാട് പുസ്തകമാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാവിയിലെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ് വെളിപ്പാടും ദാനിയേലും. ദാനിയേൽ പ്രവചനവും വെളിപ്പാട് പുസ്തകവും ഒന്നിച്ചാണ് അനേകർ പഠിക്കുകയും ചെയ്യുന്നത്. കാരണം ഇത് രണ്ടും ഭാവി കാര്യത്തെക്കുറിച്ച് ഓർപ്പിക്കുന്ന കാര്യമാണ്. ദാനിയേൽ പ്രവചനം പഴയ നിയമത്തിലെ പുസ്തകമാണ്. വെളിപ്പാട് വരുമ്പോൾ പുതിയ നിയമത്തിലുള്ള പുസ്തകമാണ്. അപ്പം ഇതിനോടുള്ള ബന്ധത്തിൽ അനേക പ്രവാചകന്മാരിൽ കൂടെയുള്ള വചനങ്ങളും ഇതുമായി ചേർന്ന് വരുന്നുണ്ട്. നമ്മൾ വളരെ ഭാഗ്യമുള്ളവരാണ്. ഇതെല്ലാം മനസ്സിലാക്കാൻ ദൈവം നമുക്ക് കൃപ തന്നു. ഈ പുസ്തകം നമ്മുടെ കയ്യിൽ ലളിതമാക്കി തന്നു. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഒരു വീട്ടിൽ ഒരു വേദപുസ്തകമാണ് ഉള്ളത്. അതും പലയിടത്തും താളം കാണുകയില്ല, അതും കാണുക. കാരണം പുസ്തകം ഇല്ല. ഇന്ന് സുലഭമായിട്ട് ദൈവവചനം ഏത് ഭാഷയിലും ഉണ്ട്. ഇന്ന് നമ്മുടെ മൊബൈലിലും ബൈബിളുണ്ട്. അതേത് ഭാഷയിൽ വേണേലും ഉള്ള ബൈബിളുണ്ട്. എൻ്റെ മൊബൈലിൽ 10 ഭാഷയിലുള്ള ബൈബിൾ ഉണ്ടായിരുന്നു. ആ ആപ്പ് ഉണ്ടായിരുന്നു. സാങ്കുട്ടൻ ശരിയാക്കി വെച്ചൊരു ആപ്പായിരുന്നു. അപ്പം ഇന്നത് സുലഭമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഭാവിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ദാനിയേലിനോട് ദൈവം ചില കാര്യങ്ങൾ സംസാരിച്ചായിരുന്നു. അത് ദാനിയേലിനെക്കുറിച്ച് നമ്മൾ പറയുന്നത് അവൻ ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേൽ എന്നാണ് പറയുന്നത്. അപ്പോൾ പഴയ നിയമത്തിൽ അനേകരുണ്ടെങ്കിലും ദൈവം തമ്പുരാൻ എടുത്തു പറയുകയാണ് ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലേ. അപ്പോൾ ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലിന് ദൈവം ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തു. അനേകരുണ്ട്. നോഹയുണ്ട്, ഇയ്യോബുണ്ട്, യോസഫുണ്ട്, ദാവീദുണ്ട്, അബ്രഹാമുണ്ട്. ഇതിലെല്ലാം ഉണ്ട്. എല്ലാവരും ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ദാനിയേലിൽ കൂടി, എന്ന് വെച്ചാൽ നെബൂഖദ്നേസർ കണ്ട സ്വപ്നം ദാനിയേലിൽ കൂടിയാണ് അത് വിവരിച്ചു കൊടുക്കുവാൻ ഇടയായിത്തീരുന്നത്. ദൈവം ദാനിയേലിനോട് ഹൃദ്യമായി സംസാരിച്ചുകൊണ്ടിരുന്നു. യെഹെസ്കേലിനോട് സംസാരിച്ചുകൊണ്ടിരുന്നു. ദാനിയേലിനോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ചില കാര്യങ്ങൾ യെഹെസ്കേലിൽ കൂടിയും നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവ്, നമ്മൾ പത്രോസിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും യേശുവിൻ്റെ മാറോട് ചേർന്നിരിക്കുന്ന ആ ഒരു അനുഭവം ആർക്കാരെന്നറിയാവോ? യോഹന്നാനായിരുന്നു. പത്രോസ് തന്നെ യോഹന്നാനെ കണ്ണു കാണിക്കുകയായിരുന്നു എന്താ പറഞ്ഞതിൻ്റെ ഉദ്ദേശമെന്ന്. അപ്പോൾ ആ ഒരു അടുപ്പം, ഹല്ലേലൂയ, കർത്താവിന് യോഹന്നാനുമായിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഏറ്റെടുക്കേണ്ട കാര്യം, നമുക്ക് എന്തോരം അടുപ്പം കർത്താവുമായിട്ടുണ്ട്, കർത്താവിന് നമ്മളോട് എന്തോരം അടുപ്പമുണ്ട് എന്നുള്ള കാര്യം നാം ചിന്തിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് ആത്മപരിശോധന നടത്തണം. നമുക്ക് കർത്താവുമായുള്ള ബന്ധം എന്തോരം ഉണ്ട്, കർത്താവിന് നമ്മളോട് എന്തോരം ബന്ധമുണ്ട്. ഹല്ലേലൂയ. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. സ്തോത്രം, ഹല്ലേലൂയ. വെളിപ്പാട് 19:21 ഇന്ന് പകലിൽ രാത്രിയിൽ വായിപ്പാൻ ആഗ്രഹിക്കുന്നത്. വെളിപ്പാട് 19:21. ശേഷിച്ചവരെ കുതിരപ്പുറത്തിരിക്കുന്നവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാൾ കൊണ്ട് കൊന്നു. അവരുടെ മാംസം തിന്ന സകല പക്ഷികൾക്കും തൃപ്തി വന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കഴിഞ്ഞ രാത്രിയും ചിന്തിച്ചു, ഈ കുതിരപ്പുറത്തിരിക്കുന്നവൻ ഇപ്പം പണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് കഴുതപ്പുറത്ത് വന്ന് യെരുശലേമിലേക്ക് കടന്നു വന്ന ആ കർത്താവാണ് ഇപ്പോൾ കുതിരപ്പുറത്ത് വരുന്നത്. അന്ന് അവൻ ദാസനായിട്ടാണ് വന്നത്. ഇന്ന് അവൻ വരുന്നത് രാജാതിരാജാവായിട്ടാണ്. സ്തോത്രം. ഇന്ന് അവൻ ഇനിയും വരാൻ പോകുന്നത് രാജാതിരാജാവായിട്ടാണ്. ഇപ്പോൾ അവൻ ചെയ്യുന്നത്, പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി നമ്മളതൊന്നും നമ്മുടെ ഉള്ളിലേക്ക് വരണം. നമ്മളിങ്ങനെ നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കർത്താവുണ്ട്.
നമുക്ക് വേണ്ടി നിരന്തരം പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണേ. ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കേണ്ട പക്ഷപാതം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കൊച്ചു പിള്ളേർ കാണിക്കുന്ന, നമ്മൾ ദൈവത്തിന് നമ്മളെ നോക്കുമ്പോൾ നമ്മുടെ ഈ കൊച്ചു പിള്ളേർ ഇപ്പോൾ കാണിക്കുന്ന പോലൊക്കെ പലതും നമ്മൾ കാണിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴും പിതാവിനോട് എന്ത് ചെയ്യുക? കർത്താവ് പക്ഷപാതം ചെയ്യുക. സ്തോത്രം. അവൻ നമ്മൾക്ക് വേണ്ടി ദൈവത്തോട് പക്ഷപാതം ചെയ്തിരിക്കുന്നതിനാ. ആ കർത്താവാണ് ഭാവിയിൽ, സ്തോത്രം, ഇനിയും സംഭവിപ്പാനുള്ളത്, സ്തോത്രം, ഹല്ലേലൂയ, അവൻ കുതിരപ്പുറത്ത് വരുമെന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ അങ്ങനെ, സ്തോത്രം, അതങ്ങനെ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഈ വചനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇപ്പോഴത്തെ കാലത്ത് നടക്കുന്ന സംഭവങ്ങളിലൂടെ നമ്മളൊന്ന് മനസ്സിലാക്കി പോകണം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഹൂതിയിലെ പ്രധാനമന്ത്രിയെയും അതിനോട് ചേർന്ന പട്ടാളക്കാരെയും അതിനോട് ചേർന്ന മന്ത്രിമാരെയും എല്ലാം ഇസ്രായേൽ കൊന്നു. കാരണം നമ്മൾ അവിടുന്ന് അവരിടയ്ക്കിടയ്ക്ക് ഓരോ റോക്കറ്റ് ഇങ്ങോട്ട് കത്തിച്ചു വിടും. സൂയസ് കനാലിൽ കൂടെ പോകുന്ന കപ്പലിലെ അമേരിക്കയുടെയും അതുപോലെ ഇസ്രായേലിലെയും കപ്പലിനെ ഉപദ്രവിക്കും. ഇടയ്ക്ക് റോക്കറ്റ് കത്തിച്ച് എലിവാണം വിടുന്ന പോലെ റോക്കറ്റ് ഇസ്രായേലിലേക്ക് വിടും. അപ്പോൾ അവർ താക്കീത് കൊടുത്തതാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, സ്തോത്രം, ഹല്ലേലൂയ, ലോക സംഭവങ്ങളുമായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇസ്രായേലാണ് ഈ ബൈബിളിനെ ഏറ്റവും കേന്ദ്ര ബിന്ദു എന്ന് പറയുമ്പോൾ എന്തുവാ? ഇസ്രായേലുമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോഴും ഇസ്രായേലുമായിട്ടുള്ള കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണമേ. ഈ ഇപ്പം നടക്കുന്ന ഇടയ്ക്ക് ഈ പത്രമാധ്യമങ്ങളോ വാർത്തയൊക്കെ ഒന്ന് കേൾക്കുവോ, പത്രമാധ്യമങ്ങൾ വായിക്കുവോ എന്ന് വെച്ചാൽ ലോകം എവിടെ വന്ന് നിൽക്കുന്നു, നമ്മുടെ കർത്താവിൻ്റെ വരവാസനമായിരിക്കുന്നു എന്ന ലോക സംഭവങ്ങൾ നമ്മൾ വിളിച്ചറിയിക്കുക. ഏത് സമയവും ഈ ലോകത്തിൻ്റെ ചേരികൾ തമ്മിൽ മാറി മാറി വരും. അമേരിക്കയും ഇന്ത്യയും കൂടെ ഭയങ്കര സ്നേഹമായിരുന്നു. മോദിയെക്കുറിച്ച് എൻ്റെ സഹോദരൻ എന്നാണ് ആര് പറഞ്ഞുകൊണ്ടിരുന്നത്, ട്രംപ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ സഹോദരന്മാർ തമ്മിൽ പിണങ്ങി നിൽക്കുക. ലോക വ്യാപാര യുദ്ധം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വലിയ പ്രയാസം ലോകത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് എതിർ ക്രിസ്തു പ്രത്യക്ഷമാകുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ് പറഞ്ഞത്. എതിർ ക്രിസ്തു പ്രത്യക്ഷമാകാൻ പോകുന്നത്. ഇന്ത്യയെ ഇപ്പോൾ ആർക്കും തോൽപ്പിക്കാൻ കഴിയത്തില്ല കേട്ടോ. ഇസ്രായേലും ഇന്ത്യയും കൂടെ നല്ല ബന്ധമുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ വാണിജ്യത്തിൽ ചിലപ്പോൾ അല്പ പ്രയാസങ്ങൾ നേരിട്ടാലും കുറച്ച് നാളത്തെ പ്രയാസമേ വരത്തുള്ളൂ. ഇതെല്ലാം മാറാൻ പോവുക. ഇനിയും ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന നല്ല സാധനങ്ങളൊക്കെ ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് മേടിക്കാൻ കിട്ടും. ഇപ്പോൾ കിട്ടുന്നതെല്ലാം തിരിവാണ് നമുക്ക് കിട്ടുന്നത്. നല്ല ഉടുപ്പുകൾ, നല്ല കൊഞ്ചു മാവോലിയൊക്കെ ഇനിയിപ്പം നമ്മുടെ മാർക്കറ്റിൽ എന്ത് ചെയ്യും? വരും. അതുപോലെ തന്നെ നല്ല സ്പൈസ് കയറി അയക്കുന്നത് അനേക നമുക്ക് മാർക്കറ്റിൽ കിട്ടും. അതുപോലെ മറ്റ് രാജ്യങ്ങളുമായിട്ട് നാം ബന്ധത്തിൽ ആയിക്കൊണ്ടിരിക്കുക. ഇന്ത്യയും ചൈനയും തമ്മിൽ നല്ല സ്വരച്ചേർച്ചയില്ലായിരുന്നു. ഇപ്പോൾ അവർ ഭയങ്കര ബന്ധമാണ്. കഴിഞ്ഞ ദിവസം ചൈനയുടെ പ്രസിഡൻറ്റ് നമ്മുടെ പ്രസിഡൻറ്റിന് വളരെ രഹസ്യമായിട്ട് എഴുത്തെഴുതി നമ്മൾ തമ്മിൽ ചേർന്ന് പോകണം. ഇപ്പം മോദി ജപ്പാനിൽ നിന്ന് വന്നിട്ട് വലിയ പ്രോഗ്രാം ഒക്കെ ചെയ്തു, ഒപ്പിട്ടു. എന്നിട്ട് ഇപ്പം ചൈനയിലേക്ക് നാളെ പോവുക. ഞാൻ ഇത് പറഞ്ഞ എന്തിനാന്ന് വെച്ചാൽ ഈ സന്ദർഭത്തിലാണ് ഉപായിയായ ഒരു ഭരണാധിപൻ എന്ത് ചെയ്യേണ്ടത് വരുന്നത്. കാരണം നിങ്ങളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും കാര്യം പറഞ്ഞേ. എല്ലാവർക്കും സമാധാനം കൊടുക്കുകയും എല്ലാവരുമായിട്ട് നല്ല ബന്ധം നയിക്കുന്ന ഒരുവൻ ഉപായനെ വരും. അവനാണ് എതിർ ക്രിസ്തു. അവനെ ഇല്ലായ്മ ചെയ്യുവാനാണ് കർത്താവ് വരുന്നത്. അപ്പോൾ ആ ഒരു സംഭവം, ലോക സംഭവം നോക്കുമ്പോൾ അവൻ വാതുക്കലായിരിക്കുന്നു എന്നാണ് നമ്മൾ അറിയേണ്ടത്. ഹല്ലേലൂയ. എൻ്റെ വല്യപ്പൻ ഉണ്ടായിരുന്ന സമയത്ത് മക്കളൊക്കെ വന്നേച്ച് കൊച്ചുമക്കളും ഒക്കെ പോയേച്ച് പോകുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. ഇനി നിങ്ങൾ വരുമ്പോൾ ഞാൻ കാണുമോ എന്നറിയത്തില്ല, എനിക്ക് സന്ധ്യയായി 5 മണി കഴിഞ്ഞു. അപ്പത്തിൻ്റെ ഒരു സന്ധ്യയായി 5 മണി കഴിഞ്ഞു എന്ന്. അപ്പോൾ എന്ന് വെച്ചാൽ
സമയം, എനിക്ക് പോകാനുള്ള സമയം അടുത്തു എന്നാണ് പറയുന്നത്. അപ്പം നമ്മളും ഇപ്പോൾ ഒരു സന്ധ്യയായ അനുഭവത്തിലേക്ക് എന്ത് ചെയ്യുക, വന്നുകൊണ്ടിരിക്കുക. അത് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകും. ഇപ്പോൾ കർത്താവ് പൗലോസ്ലീഹായിൽ കൂടെ പറയുന്നൊരു കാര്യമുണ്ട്, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് എന്ത് ചെയ്യുക, അറിയുക. അന്ത്യകാലത്ത് ദുർഘട സമയം, ഇപ്പോൾ നമ്മൾ കേട്ടു ഓരോരുത്തർ വെറുതെ അങ്ങ് ആത്മഹത്യ ചെയ്യുക രസത്തിന്. കഴിഞ്ഞ ദിവസം നമ്മുടെ കടമറ്റത്ത് പള്ളിയിലെ പാതാളക്കിണറെന്ന് പറയുന്നൊരു കിണറുണ്ട്, കടമറ്റത്തച്ഛൻ പോയ കിണറാണെന്നാണ് പറഞ്ഞത്. ഇന്ന് ഞാൻ അതിൻ്റെ ഫോട്ടോ ഒക്കെ ഒന്ന് കണ്ടായിരുന്നു. അതിനകത്ത് ഗ്ലാസ് ഇട്ട് മൂടിയിട്ടേക്കാ ഒന്നും ഇടാതിരിക്കാൻ. അത് ഒരുത്തം പൊട്ടിച്ചേച്ച് 29 വയസ്സുള്ള തൊടുപുഴക്കാരനൊരുത്തൻ ഇന്നലെ അതിനകത്തോട്ട് ചാടി. വേറെ എങ്ങും പോയി ചാടാൻ പുള്ളിക്ക് കണ്ടില്ല. ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇവരെ എന്ത് ചെയ്യുക, പ്രേരിപ്പിക്കുക ഇങ്ങനെ ചാടാൻ വേണ്ടി. ഈ ഒരു വ്യാപാര ശക്തിയുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിയുക. ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും ആയ ആ ഒരു തലമുറയല്ലേ ഇപ്പം. അപ്പോൾ അതിനെ ആ സമയത്തെ പറയുന്നത് എന്താ, അന്ത്യകാലം. അപ്പം നമ്മൾ ആ അന്ത്യകാലത്തിലാണ് ആയിരിക്കുന്നതെന്നുള്ളൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ വേണം. നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കണം അന്ത്യകാലത്തിൽ കൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ 19-20 ശേഷിച്ചവരെ കുതിരപ്പുറത്തിരിക്കുന്നവൻ്റെ വായിൽ നിന്ന് വരുന്ന വാളുകൊണ്ട് അവൻ കൊന്നുകളഞ്ഞു. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 39-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിലേക്ക് വായിക്കുമ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടത് എസെക്കിയേലിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തൊരു കാര്യമാണ്. നീയും നിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും നിന്നോട് കൂടെയുള്ള ജാതികളും ഇസ്രായേൽ പർവ്വതങ്ങളിൽ വീഴും. നീയും നിന്നോട് കൂടെയുള്ള, അന്ന് അവിടെയുള്ള ഗോഗ് മാഗോഗ് അങ്ങനെയുള്ള ശക്തികളോട് പറയുകയാണ്, നീയും നിന്നോട് കൂടെയുള്ളവരും ഇസ്രായേൽ പർവ്വതത്തിൽ വീഴും. അപ്പം നമ്മൾ ഇവിടെ വായിച്ചത് എന്താണ്, അതിന് മുമ്പ് വായിച്ച കുതിരപ്പുറത്തിരിക്കുന്നവൻ്റെ വായിൽ നിന്ന് വരുന്ന വാൾ കൊണ്ട് അവൻ അവരെ കൊന്നുകളയും. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ ജാതികളെല്ലാം ഇസ്രായേൽ മലനിരകളിലേക്ക് വരും. ഹല്ലേലൂയ. ഇസ്രായേൽ മലനിരകളിലേക്ക് ഈ ജാതികളെല്ലാം വരും. അത് പ്രവാചകനായ യെഹെസ്കേലിന് ദൈവം ഭാവി കാലത്തെക്കുറിച്ച് വെളിപ്പെടുത്തി കൊടുത്തപ്പം അത് വെളിപ്പെടുത്തി കൊടുക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. 39 എസെക്കിയേൽ 39-17 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചു. മനുഷ്യപുത്ര, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, സകലവിധ പക്ഷികളോടും എല്ലാ കാട്ടുമൃഗങ്ങളോടും നീ പറയേണ്ടുന്നത്, നിങ്ങൾ കൂടി വരുവിൻ, നിങ്ങൾ മാംസം തിന്നുകയും രക്തം കുടിക്കുകയും ചെയ്യേണ്ടത്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ഇവിടെ പ്രവാചകൻ പറയാണ് സകല മൃഗങ്ങളോടും പറയാൻ. എങ്ങോട്ട് വരാന്? ഇസ്രായേലിലേക്ക് വരാൻ, മലമുകളിലേക്ക് വരാൻ. സകല പക്ഷികളോടും പറയുക അങ്ങോട്ട് വരാൻ. കാരണം ഇസ്രായേലിനെതിരെ നിൽക്കുന്ന സകല ജനങ്ങളെയും ദൈവമായ കർത്താവ് അവിടെ കൂട്ടിവരുത്തും. അവിടെ കൂട്ടക്കൊലയുണ്ടാകും. അനേകർ കൊല്ലപ്പെടുവാനിടയായിത്തീരും. പ്രവചനത്തിനൊരു മാറ്റമില്ല കേട്ടോ. ഇന്നത്തെ പ്രവാചകന്മാർ പറയുന്ന പോലെയല്ല. പ്രവചനം ദൈവാത്മാവിൽ പറഞ്ഞാൽ മാറ്റം ഉണ്ടാകത്തില്ല. പ്രവചനം മനുഷ്യാത്മാവിൽ പറഞ്ഞാൽ മാറ്റം ഉണ്ടാകും. മനുഷ്യാത്മാവിലുള്ള പ്രവചനമുണ്ട്, ദൈവാത്മാവിലുള്ള പ്രവചനമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. പലയിടത്തും ഇപ്പം നടക്കുന്നത് മനുഷ്യാത്മാവിലുള്ള പ്രവചനമാണ്. നമ്മളെ സന്തോഷിപ്പിക്കുക, നമ്മുടെ കയ്യിലിരിക്കുന്ന കാശ് എങ്ങനെയെങ്കിലും മേടിച്ചെടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഹല്ലേലൂയ. നമ്മൾ ഇക്കാലം വളരെ ശ്രദ്ധിക്കണം. ചിലർ പറയും നിങ്ങളുടെ അവിടെ ഒരു കെട്ടുണ്ട്, നിങ്ങളുടെ ഒരു ബന്ധനമുണ്ട്. പ്രിയമുള്ളവരെ, കെട്ടുണ്ടെങ്കിൽ നമ്മളങ്ങ് അഴിച്ചാൽ മതി. നമ്മളഴിക്കണം, അല്ലാതെ ഈ വരുന്നവന് അഴിക്കാൻ പറ്റത്തില്ല. നമ്മളഴിക്കണം. നമ്മൾ കെട്ടിയ കെട്ട് നമ്മളഴിക്കണം. കെട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ അവിടെ ഒരു തകിട് കുഴിച്ചിട്ടിട്ടുണ്ട്. പിന്നെ തകിട് മാറ്റി നടക്കുക ആളുകൾ. എടാ, ഭൂമിയിലുള്ള ഏത് വിഗ്രഹമാണേലും അത് ഏതുമില്ലെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഒന്നിനും നമ്മളെ കെട്ടാൻ പറ്റത്തില്ല. നമ്മളെ കെട്ടുന്നുണ്ടെങ്കിൽ ആ നുകത്തിൻ്റെ അമിക്കയറുകളെ നമ്മൾ പൊട്ടിച്ച് കളയണം. നമ്മൾ ക്രമീകരിക്കേണ്ട കാര്യങ്ങൾ ക്രമീകരിച്ചാൽ ഒരു കെട്ടും നമ്മളെ ബാധിക്കത്തില്ല. കെട്ടുണ്ട്, കെട്ടില്ലെന്നല്ല പറഞ്ഞാൽ, ചിലത് കെട്ടി കുടുങ്ങിക്കിടയ്ക്കുക. ഹല്ലേലൂയ. എന്നോട് ഒരിക്കലും ഒരു അപ്പച്ചൻ പറഞ്ഞു, എൻ്റെ ഉപദേശി എന്നാണ് വിളിക്കുന്നത്,
എന്നെ കുറ്റിയെ കെട്ടിയിട്ടേക്കുവാന്ന്. എന്നെ കുറ്റിയെ കെട്ടിയിട്ടേക്കുവാ. ശരിയാ, അപ്പച്ചന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം പുള്ളിക്ക് ഒത്തിരി കാര്യം ചെയ്യാനുണ്ട്. വയ്യാതായി കിടക്കുമ്പോഴും എന്നോട് ചോദിക്കുക, എവിടെയെങ്കിലും നല്ല പ്രവാചകന്മാരുണ്ടോ, അവരുടെ നമ്പർ ഒന്ന് തരുവാണെങ്കിൽ എനിക്കൊന്ന് വിളിച്ച് ചോദിക്കാനാ, പ്രാർത്ഥിക്കാൻ വേണ്ടി. കിടക്കയില മരിക്കാറായി കിടക്കുമ്പോഴും അപ്പച്ചൻ പ്രവാചകന്മാരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. എന്തിനാന്ന് ചോദിച്ചാൽ ഇനിയും വല്ല വിടുതലുണ്ടോ, ഇനി എന്നാ വിടുതലാന്നേ, 10, 85, 90 കഴിഞ്ഞിട്ട് എന്നാ വിടുതല്, സ്വർഗത്തിലേക്ക് പോകാനല്ലേ നോക്കേണ്ടത്, അല്ലാതെ ഇനി ഇവിടെ എന്തോ ചെയ്യാനാ? ഇവിടെ ഒന്നും ചെയ്യാനില്ല. അപ്പോ ഞാൻ പറഞ്ഞത്, പ്രവചനത്തിന് തെറ്റൊന്നുമില്ല. സ്തോത്രം. അപ്പൊ മനുഷ്യാത്മാവിലുള്ളതാണ് തെറ്റുവരും. മനുഷ്യാത്മാവിൽ സുഖമായിട്ട് പ്രവചിക്കാം. ദൈവാത്മാവിൽ പ്രവചിക്കണമെങ്കിലും സ്തോത്രം, ഹല്ലേലൂയ. ഈ ശിംശോന്റെ ശക്തി പോയി കഴിഞ്ഞിട്ട് ശിംശോൻ കുടഞ്ഞെഴുന്നേക്കാൻ ശ്രമിച്ചു കേട്ടോ. പക്ഷെ ശക്തി പോയ കാര്യം അവൻ അറിഞ്ഞില്ല. ഇപ്പൊ പല ശിംശോന്മാരുടെയും ശക്തി പോയിട്ടും പ്രവചനം എന്ത് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്, നടന്നുകൊണ്ടിരിപ്പുണ്ട്. ഞാനിത് പറഞ്ഞ ചിലർക്ക് അത് ബുദ്ധിമുട്ട് വരും. ചിലരങ്ങ് കണ്ണടച്ചങ്ങ് വിശ്വസിക്കുക. അതാണ്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ശരിയാകണമെങ്കിൽ നമ്മൾ മാത്രം ശരിയായാൽ മതി. കാരണം കർത്താവിൻ്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച് വിടുതൽ പ്രാപിച്ച ദൈവമക്കളാണ് നമ്മൾ. നമുക്ക് വേറെ ആരുടെ ആധിപത്യത്തിൻ്റെ ആവശ്യമില്ല. നമുക്കും ദൈവവുമായിട്ടൊരു കണക്ഷനും ബന്ധവും ഉണ്ടെങ്കിലുണ്ടല്ലോ, നമ്മുടെ വിഷയത്തിന്മേൽ മറുപടിയാ, മറ്റൊരാളുടെ കയ്യിലല്ല അത്. സ്തോത്രം. അത് ശ്രദ്ധിക്കണേ. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ ഈ പക്ഷികളോട് പ്രവചിക്കുക. ഇപ്പൊ 39:17 മുതൽ വായിച്ച്, മനുഷ്യപുത്ര, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, സകലവിധ പക്ഷികളോടും എല്ലാ കാട്ടുമൃഗങ്ങളോടും നീ പറയേണ്ടുന്നത്. പ്രവാചകനോട് പറയുക, സകലമൃത പക്ഷികളോടും മൃഗങ്ങളോടും നീ പറയുക, നിങ്ങൾ കൂടി വരുവീൻ. ഇനി ഇതെല്ലാം ഇസ്രായേലിലേക്ക് പോകും. സമയമാകുമ്പോഴത്തേക്ക് കഴുകും, ഇതെല്ലാം പോവും. നിങ്ങൾ കൂടി വരിക. നിങ്ങൾ മാംസം തിന്നുകയും രക്തം കുടിക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ ഇസ്രായേൽ പർവ്വതങ്ങളിൽ ഒരു മഹായാഗമായി നിങ്ങൾക്ക് വേണ്ടി അറുക്കുവാൻ പോകുന്നു. ഇസ്രായേൽ പർവ്വതങ്ങളിൽ മഹായാഗമായി നിങ്ങൾക്ക് വേണ്ടി യാഗം കഴിക്കാൻ പോവുക. ഇവരെ എല്ലാം കൊല്ലപ്പെടും. ഈ നേതാക്കന്മാരെല്ലാം കൊല്ലപ്പെടും. ഇസ്രായേലിനെതിരായി നിൽക്കുന്ന ആളുകൾ എല്ലാം അവിടെ ചെല്ലും. കുറെ നാൾ ഇസ്രായേൽ തോറ്റ്, അത് ഞാൻ വാക്യം വായിക്കാം. സ്തോത്രം. അത് കഴിഞ്ഞ് ഇവിടെ എല്ലാം അവിടെ ചെല്ലും. ഇവരറിയത്തില്ല, ഇവര് നശിക്കാൻ പോകുന്ന അറിയത്തില്ല. സ്തോത്രം. നമ്മുടെ ഈ മഞ്ഞ്, ഉത്തര ധ്രുവം ദക്ഷിണ ധ്രുവം ഒക്കെ, അങ്ങനെ ധ്രുവ പ്രദേശങ്ങളില് ഒത്തിരി ചെന്നായി പോലുള്ള സാധനമുണ്ട്. അപ്പൊ ആ ചെന്നായി പോലുള്ള സാധനം അത്തെ എക്സിമോൾ എന്ന് പറയുന്ന മനുഷ്യരെ അങ്ങനെ വിളിക്കുന്നത് അവരാണ്. അങ്ങനല്ലേ? ആ ആളുകളാണ് അവിടെ താമസിക്കുന്നത്. അപ്പൊ നമ്മൾ താമസിക്കുന്ന രീതിയിലുള്ള ഇത് പോരവർക്ക്. അവിടെ തണുപ്പിൽ നിന്ന് രക്ഷ നേടണമെങ്കിൽ ഈ ചെന്നായുടെ പുറത്തെ ആ തോല് കൊണ്ടുണ്ടാക്കിയ വസ്ത്രങ്ങളാണ് അവര് ധരിക്കുന്നത്. ചെന്നായെ ഓടിച്ചിട്ട് പിടിക്കാൻ എന്ത് ചെയ്യത്തില്ല, പറ്റത്തില്ല. അപ്പൊ ചെന്നായെ ഓടിച്ചിട്ട് പിടിക്കാൻ പറ്റാത്ത കൊണ്ട് അവർ ചെയ്യുന്ന ഒരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ, അവര് മൂർച്ചയുള്ള കത്തിയൻ, മറ്റു മൃഗങ്ങളുടെ രക്തം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അറത്തിട്ട് അതേ പെരട്ടും. അത് അന്നേരത്തേക്ക് അവിടെ എല്ലാം ഐസായി പോവുക. അപ്പൊ ആ രക്തം കട്ട പിടിക്കും. വീണ്ടും അതേ ഈ രക്തം വെക്കും, തേച്ചു വെക്കും. അത് എന്നിട്ട് കെണിച്ചു വെക്കും. എന്നിട്ട് വീണ്ടും വീണ്ടും അതേ രക്തം കട്ട പിടിപ്പിച്ചിട്ട് ഇത് പുറത്ത് കെണിയായിട്ട് കെട്ടിവെക്കും. അപ്പൊ ഈ ചെന്നായ്ക്കൾ വന്നിട്ട് ഇത് നക്കും. മൂർച്ചയുള്ള കത്തിയാ വെക്കുന്നത്. ചെന്നായ്ക്ക് രക്തത്തിന്റെ മണമെന്ന് പറഞ്ഞാൽ ആർത്തിയോടെ അത് വരും. അപ്പൊ അത് ആർത്തിയോടെ വന്നിട്ട് ഇത് നക്കും. നക്കിക്കഴിയുമ്പോൾ നല്ല ടേസ്റ്റാ. അത് നക്കിക്കൊണ്ടിരിക്കും. നക്കി വന്നു കഴിയുമ്പോഴത്തേക്ക് അതറിയത്തില്ല, ഇതിന്റെ നാവ് എന്ത് ചെയ്യും, മുറിയും. എന്നിട്ട് അതിൽ നിന്ന് എന്ത് വരുമെന്നറിയാവോ? രക്തം വരും. അതിൽ നിന്ന് രക്തം വരുമ്പോൾ ഇതിന്റെ രക്തമാണ്. അത് ഈ മരപ്പ് കാരണം അതിനറിയത്തില്ല. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ച ഒരു കാര്യമാണ് പറയുന്നത്. ഇതിനറിയത്തില്ല, ഇത് മരച്ച് ഐസായിട്ടിരിക്കുന്നതുകൊണ്ട് അത് മുറിഞ്ഞ് അതിന്റെ നാക്കിൽ നിന്ന് രക്തം വരും. അതും അതിന്റെ രക്തമാണെന്നറിയാതെ അത് വലിച്ചു കുടിക്കും. കുടിച്ച് നക്കി മുറിഞ്ഞ് അവസാനം രക്തം ഇത് കുഴഞ്ഞു വീഴും. അങ്ങനെ അവർ പിടിക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഇവരെ എല്ലാം ഇസ്രായേലിൽ എന്ത് ചെയ്യും?
കൊണ്ടുവരും. അവരുടെ രക്തം അവിടെ വീഴും. ഇവരെല്ലാം കൂടെ ആഘോഷത്തോടെയാണ് ഈ മലയിലേക്ക് വരുന്നത്. പേടിച്ചിവരാരും, കാരണം ഈ ഒരു ചെറിയ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി സകല ജാതികളും ഒന്നിച്ചു കൂടും. ഹല്ലേലൂയ. സകല ജാതികളും. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ സ്നേഹിച്ച് നിൽക്കുന്ന രാജ്യവും സെക്കൻഡുകൾ മതി ഇത് ഈ അങ്ങ് തിരിയാൻ. അമേരിക്കൻ പ്രസിഡന്റ് തിരിയാൻ കാരണം, മെയിനായ ഒരു കാരണം, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ യുദ്ധത്തിൽ അദ്ദേഹമാണ് മധ്യസ്ഥ വഹിച്ചെന്നും അദ്ദേഹമാണ് നിർത്തിയെന്നുള്ള കാര്യം നമ്മൾ സമ്മതിച്ചു കൊടുത്തില്ല. കാരണം അതും കൂടെ അങ്ങ് നിർത്തിയെന്ന് പറഞ്ഞാൽ ലോക സമാധാനത്തിനുള്ള അവാർഡ് അദ്ദേഹത്തിന് ലഭിക്കും. അപ്പൊ ഇത് പുള്ളിയല്ല ചെയ്തെന്ന് നമ്മൾ പറഞ്ഞു. ആ ഒരൊറ്റ വാശിക്കാണ്. അല്ലാതെ ക്രൂഡ് ഓയിൽ വാങ്ങിച്ചതോ റഷ്യയിൽ നിന്ന് വാങ്ങിക്കുന്നതും അത് വേറൊരു കാരണം പറയുന്നെന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഏത് സമയവും ഈ കക്ഷികളെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. നമ്മൾ വായിച്ചിട്ടുണ്ട്, സകല ജാതികളെയും ഞാൻ യെരൂശലേം എതിരായിട്ട് എന്ത് ചെയ്യും? കൂട്ടിവരുത്തും. അപ്പൊ ഈ ജാതികളെല്ലാം സന്തോഷത്തോടെയാ ചെല്ലുന്നത് ഇവരെ ഇല്ലായ്മ ചെയ്യാൻ, വളരെ ആർഭാടത്തോടെയാ ഇല്ലായ്മ ചെയ്യാൻ ചെല്ലുന്നത്. അവര് അന്നേരമാണ് ദൈവം തമ്പുരാൻ പ്രവാചകനിൽ കൂടെ പറയാ, പക്ഷികളോടും പറയാൻ അങ്ങോട്ട് വരാൻ, ഇവരുടെ മാംസം തിന്നാൻ വരാൻ പറയുക. അതങ്ങ് വായിച്ചോ 17 മുതൽ 19 വരെ. നിങ്ങൾ കൂടി വരുവീൻ, നിങ്ങൾ മാംസം തിന്നുകയും രക്തം കുടിക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ ഇസ്രായേൽ പർവ്വതങ്ങളിൽ ഒരു മഹായാഗമായി നിങ്ങൾക്ക് വേണ്ടി അറക്കുവാൻ പോകുന്ന മഹായാഗം. ദൈവം തമ്പുരാൻ അലങ്കാരികമായി പറഞ്ഞ യാഗം എന്ന് പറഞ്ഞാൽ ദൈവത്തെ പ്രസാദിപ്പാനുള്ള യാഗമല്ല, വലിയൊരു കൊലക്കളം അവിടെ യാഗം. ഈ മനുഷ്യന്റെ ഉന്നതഭാവം പറയുന്നവരെയും, ദൈവം ഇല്ല എന്ന് പറയുന്നവരെയും, ദൈവത്തെ നിരസിക്കുന്നവരെയും, ദൈവവചനം അനുസരിക്കാത്തവരെയും, സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ അവിടെ കൂട്ടിവരുത്തും. സ്തോത്രം, ഇസ്രായേലിലേക്ക് കൂട്ടിവരുത്തും. അടുത്തത്, മഹായാഗമായി നിങ്ങൾക്ക് വേണ്ടി അറക്കുവാൻ പോകുന്ന എന്റെ യാഗത്തിന് 4 പുറത്തു നിന്നും വന്നു കൂടുവിൻ. നിങ്ങൾ വീരന്മാരുടെ മാംസം തിന്നു ഭൂമിയിലെ പ്രഭുക്കന്മാരുടെ രക്തം കുടിക്കണം. അവരൊക്കെയും ബാശാനിലെ തടിപ്പിച്ച ആട്ടുകൊറ്റന്മാരും കുഞ്ഞാടുകളും കോലാട്ടുകൊറ്റന്മാരും കാളകളും തന്നെ. അവരെ അങ്ങ് ചിത്രീകരിച്ചിരിക്കുക കേട്ടോ. ഈ ഭയങ്കര ഉന്നതന്മാര്, കഴിവുള്ളവര്, പട്ടാളത്തിലും ഒക്കെ എടുക്കണമെങ്കിൽ കഴിവ് ആരോഗ്യമുള്ളവരെ എടുക്കുന്നത്. അങ്ങനെയുള്ള ആളുകളെ എല്ലാം അവിടെ കൂട്ടിവരുത്തുക. ഇനി യേശു കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട് ഇതിനെക്കുറിച്ച്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 28-ാമത്തെ വാക്യം വായിച്ച്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 28-ാമത്തെ വാക്യം. ശവമുള്ളയിടത്ത് കഴുക്കൾ കൂടും. കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം അങ്ങ് പറഞ്ഞ, അത് ഒറ്റ വാക്കങ്ങ് പറഞ്ഞതേ ഉള്ളൂ. എന്നുവെച്ചാൽ ഭാവിയിൽ സംഭവിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് കർത്താവ് ഒരു കാര്യം യഹൂദനോട് പറഞ്ഞതാ. ശവം ഉള്ളിടത്ത്, കാരണം അത് ഈ പറഞ്ഞ കാര്യമാണ്. അതെന്താ കർത്താവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് പറഞ്ഞെന്ന് നമ്മൾ ചിന്തിക്കരുത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് എന്ത് ചെയ്യണം? വായിച്ചു നോക്കണം. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കണം കേട്ടോ. നമ്മൾ ഇടയ്ക്ക് വെറുതെ നമ്മൾ കിടക്കാൻ നേരത്തെ ഒരു സങ്കീർത്തനമോ അല്ലെ വാക്യമോ വായിക്കുന്ന പോലല്ല. ഇടയ്ക്ക് പറ്റുമെങ്കിൽ ഞാനും വായിക്കണം, നിങ്ങളും വായിക്കണം. ഇപ്പൊ എല്ലാവരുടെയും വായന എന്ത് ചെയ്തേക്കുക? കുറഞ്ഞേക്കുക. ഇപ്പൊ വായിക്കാൻ മനുഷ്യൻ എന്തില്ല? നേരമില്ല. ഹല്ലേലൂയ. ഇന്നലെ ഞങ്ങളുടെ പ്ലസ്സിയുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു കന്യാസ്ത്രീ ഇവിടെ വന്നായിരുന്നു. ഒന്നിച്ച് തൃശ്ശൂർ പോയതാ. എന്നിട്ട് വൈകിട്ട് ഇവിടെ കൊണ്ടുവന്നു. ഞാൻ അതിനെ മൂവാറ്റുപുഴ കൊണ്ടുപോയി വിട്ടു. അപ്പോൾ പണ്ട് കത്തോലിക്കരുടെ ഇടയിലെ സ്നേഹസേന എന്നൊരു മാസിക ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പഠിച്ചത് തിരുവല്ലായിൽ തിരുമൂല മഠത്തിലായിരുന്നു. അപ്പം അവിടെ ലഭിക്കുമായിരുന്നു. അപ്പം പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, ഇപ്പം അതിന് ആരും വായിക്കത്തില്ലെന്ന് പറഞ്ഞു. ആർക്കും വായിക്കാൻ എന്തില്ല? നേരമില്ല. ഇപ്പം നമ്മൾ എളുപ്പത്തിന് നമ്മൾ വായിക്കാൻ നേരമില്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ഓഡിയോ ബൈബിൾ വെച്ച് കേൾക്കും. നല്ല കാര്യമാണ് കേട്ടോ. അതിന് ഞാൻ എതിര് പറഞ്ഞില്ല കേട്ടോ. കേൾക്കാൻ പറ്റിയാൽ കേൾക്കണം. വണ്ടിയിലൊക്കെ ബൈബിൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇതിലും ഇടാം. ബൈബിൾ, ഓഡിയോ ബൈബിൾ അങ്ങിട്ട് കഴിഞ്ഞാൽ നമ്മൾ മെനക്കെടണ്ട. ഈ ഓഡിയോ ബൈബിളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്ന മറ്റുള്ള പ്രായമായ ആളുകൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇപ്പോൾ വായിക്കാൻ കണ്ണ് കാണാത്തവർക്കും അതുപോലെയുള്ള ആളുകൾക്ക് വേണ്ടി. അപ്പൊ ഞാൻ ഇതിനൊന്നും എതിര് പറയുന്നില്ല. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ പുസ്തകം ഒന്ന് ഇടയ്ക്ക് എന്ത് ചെയ്യണം? വായിക്കണം. ഹല്ലേലൂയ. ഒരു തീരുമാനമെടുക്കുക, മരിക്കുന്നതിന് മുമ്പെങ്കിലും വേദപുസ്തകം ഒരു പ്രാവശ്യം മുഴുവനും ഒന്ന് വായിച്ചു തീർക്കാം. ആളുകൾക്ക് നേരമില്ല. ഇതൊരു ചലഞ്ചായിട്ടൊന്ന് ഏറ്റെടുക്കാമോ? നമ്മുടെ ഇവിടെ ഈ മാമലശ്ശേരിയിൽ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. എത്ര ട്രിപ്പ് അവർ വേദപുസ്തകം വായിച്ചു തീർത്തെന്നറിയാമോ?
അവർക്ക് വേറെ ഒരു തൊഴിലുമില്ല. അവരുടെ ഭർത്താവ് മരിച്ചുപോയി, ഒരു മോനുണ്ടായിരുന്നു, ആ മോനും മരിച്ചുപോയി. അപ്പൊ പിന്നെ അവർക്ക് കർത്താവുമായിട്ട് മാത്രമുള്ള ബന്ധമാണ്. അവര് ലഭിക്കുന്ന സമയം മുഴുവനും ഇത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? വായിച്ചുകൊണ്ടിരിക്കും. നമ്മളും ഈ വചനം ഒന്ന് വായിക്കണം. തിരുവചനം എൻ്റെ അണ്ണാക്കിന് എന്താന്നാ പറഞ്ഞേ? മധുരമാന്നാ പറഞ്ഞേ. ഞാനും വായിക്കണം, കുറച്ചുകൂടെ കൂട്ടണം. ചിലര് നല്ല രീതിയിൽ ബൈബിള് വായിച്ച് പോകുന്നവരുണ്ട്. സന്ധ്യപ്രാർത്ഥനയ്ക്ക് വല്ലാത്തപ്പോഴും ഒരറ്റം മുതൽ വായിക്കുന്നവർ കൂടും. അപ്പൊ ഈ കാര്യമാണ് കർത്താവ് അവിടെ പറഞ്ഞത്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 44 മുതൽ 44-45 കൂടെ ഒന്ന് വായിച്ചേ. ഹല്ലേലൂയ. ദാനിയേൽ പ്രവാചകന്റെ ഈ പുസ്തകം. രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഈ കാര്യം നമുക്ക് ശ്രദ്ധിക്കണം. ദാനിയേൽ പ്രവാചകൻ നെബൂഖദ്നേസർ കണ്ടൊരു സ്വപ്നമാണ്. കാരണം വലിയൊരു ബിംബം കണ്ടു, തല തങ്കം കൊണ്ട്, പിന്നെ താമ്രം കൊണ്ട്, വെള്ളി, ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞു. അവസാനം പറഞ്ഞു വരുമ്പം കാൽപാദം എന്താണ്? ഇരുമ്പും കളിമണ്ണും കൂടെ ചേർന്ന, എന്ന് വെച്ചാൽ ഒരിക്കലും ചേരാത്ത രാജ്യങ്ങൾ, ഭിന്ന രാജ്യം. ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ലോകം അതങ്ങനല്ലേ? ഒരിക്കലും ഐക്യതയുണ്ട്, എന്നാൽ ഒരിക്കലും തമ്മിൽ എന്ത് ചെയ്യല? ചേരുകയില്ല. നിങ്ങൾ മനസ്സിലാക്കാം. അപ്പം നമ്മൾ ആ ടൈമിലേക്ക് വന്നിരിക്കുക. ആർക്കും ആരെയും വിശ്വാസമില്ല പ്രിയമുള്ളവരെ. ഒരു രാജ്യം തമ്മിൽ ഐക്യതയുണ്ട്, എല്ലാം ഒന്നിച്ച് നിൽക്കാം എന്ന് പറയും. ഇപ്പോൾ ബ്രസീലും ഇന്ത്യയും റഷ്യയും ചൈനയും ഇറാനും എല്ലാം കൂടെ ചേർന്നൊരു കൂട്ടായ്മയുണ്ട്. അവരുടെ ആ ശക്തിപ്പെടാൻ പോവുക. ഇപ്പോൾ അമേരിക്കയിൽ തന്നെ ട്രംപിനെതിരായിട്ട് അവിടെയുള്ള ആളുകൾ, മറ്റു പാർട്ടിക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുക, കാണിക്കുന്ന ഭയങ്കര മണ്ടത്തരമാണ്, കാണിക്കുന്നത് മണ്ടത്തരമാണ്. അവിടെ ഇപ്പോൾ സാധനങ്ങൾക്കെല്ലാം വില കൂടി, വലിയ പ്രയാസമാണ്. ഇപ്പോൾ ഇന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു വാർത്തയിൽ അവിടെ വാൾമാർട്ട് എന്നൊക്കെ പറഞ്ഞ കടയിൽ 10-20 കൗണ്ടർ ഉള്ളിടത്ത്, ബില്ലടിക്കാൻ വെക്കുന്ന കൗണ്ടർ ഉള്ളിടത്ത് ഇപ്പോൾ 4-5 ഉള്ളെന്ന്. കാരണം സാധനങ്ങൾക്ക് വില കൂടി, ആളുകൾ കയറുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ രാജാക്കന്മാരുടെ കാലത്ത് കേട്ടോ, എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരാത്തതുപോലെ ഉള്ളൊരനുഭവം ആ രാജ്യത്തുമല്ലേ ഇപ്പം നടക്കുന്നത്. ഇന്ന് എല്ലാ ഇടങ്ങളിലും തമ്മിൽ ചേരുന്നുണ്ടോ? സമുദായങ്ങൾ തമ്മിൽ ചേരുന്നുണ്ടോ? സമുദായങ്ങൾ തമ്മിൽ പോലും ചേർച്ചയില്ല. നമ്മൾ ശ്രദ്ധിക്കണം. ഓരോ കക്ഷി പറഞ്ഞ്, കത്തോലിക്കരുടെ കുർബാനയുടെ ക്രമം പറഞ്ഞത് മുമ്പോട്ട് തിരിഞ്ഞു നിൽക്കണോ എന്നുള്ള വാശിയെപ്പറ്റി അച്ഛന്മാരെ കരാവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, തടഞ്ഞുകൊണ്ടിരിക്കുന്നു, അങ്ങനെ ചെയ്യുന്നു. മറ്റുള്ളിടത്ത് പ്രശ്നങ്ങളില്ലാത്തടത്തും പ്രശ്നമാണ്. ഞങ്ങളൊക്കെ നിന്നിരുന്ന സമുദായത്തിൽ ഒരു പ്രശ്നമില്ലായിരുന്ന, ഇപ്പോൾ അവിടെയും പ്രശ്നമാണ്. അവിടുത്തെ മേലധ്യക്ഷനെ പാത്രികീസ് ബാബ മുടക്കി. അപ്പോൾ അതിനെതിരെ കേസ് പോയി. അവരങ്ങനെ ഒരു കൂട്ടം, അദ്ദേഹം വിജയിച്ചു. അപ്പോൾ അദ്ദേഹം വിജയിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, അതിനകത്തൊരു ക്ലോസ് ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തെ വാഴിക്കുമ്പോൾ എന്നെങ്കിലും ഈ നേതൃത്വത്തിന് എതിരായി മത്സരിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ പൗരോഹിത്യവും ഇത് നഷ്ടമാകുമെന്ന് ഉഭയസമ്മതം ചെയ്തതാണ്. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് അത് നഷ്ടപ്പെട്ടെന്നാണ് വക്കീലന്മാർ പറയുന്നത്. അപ്പം നമുക്ക് ഉള്ള കാര്യം എന്താ ഞാൻ പറഞ്ഞത്, പ്രശ്നങ്ങളില്ലാത്തിടത്തിൽ ഇപ്പോൾ എല്ലായിടത്തും പ്രശ്നമാണ്. പെന്തക്കോസിൽ പ്രശ്നമാണ്, എല്ലായിടത്തും തമ്മിൽ പ്രശ്നമാണ്. കാരണം ആരും ചേരത്തില്ല, വീട്ടിൽ ചേരത്തില്ലല്ലോ. ഇനി സമുദായത്തിലെ കാര്യം പോട്ടെ, വീട്ടിൽ അപ്പനും മക്കളും ചേട്ടാനിയമ്മളും ഒക്കെ തമ്മിൽ ചേരുമോ? ചേരത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ്. എന്ന് വെച്ചാൽ ഈ സമയത്തിൻ്റെ സമയമാണ്. എന്ന് വെച്ചാൽ കർത്താവ് വരണം. അതുകൊണ്ടാണ് എല്ലായിടത്തും പ്രശ്നം. ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരാത്തതുപോലെ ആ രാജാക്കന്മാരുടെ കാലത്ത് എന്ത് ചെയ്യുക? വായിച്ചേ. ആ രാജ്യത്വം വേറൊരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല. ആ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ഏതാ? ഈ ഭിന്നതയും അടിവലിയും വേലവെപ്പും ഉള്ള രാജാക്കന്മാരുടെ ആ കാലത്ത്. അപ്പോൾ യേശുക്രിസ്തു വന്ന് ആ രാജ്യത്വം സ്ഥാപിക്കാൻ പോവുകയാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം കൂടെ വായിച്ച്.
ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം. അവൻ നയബുദ്ധിയാൽ തന്റെ ഉപായം സാധിപ്പിക്കുകയും. ഇതാണ് എതിർ ക്രിസ്തു. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അതാണ് ഞാൻ ദാനിയേലിൻ്റെ കാര്യം ആദ്യം പറഞ്ഞത്. നയബുദ്ധിയാൽ. ഇപ്പം സത്യം പറഞ്ഞാൽ ഒരു നേതാവ് ആവശ്യമാണ്, ലോകത്തിനൊരു നേതാവ് ആവശ്യമാണ്. എല്ലാ ആളുകൾക്കും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, എല്ലാ രാജ്യങ്ങൾക്കും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നല്ലൊരുത്തൻ, എല്ലാവരെയും അംഗീകരിക്കുന്നവൻ. അത് യഹൂദനെ അംഗീകരിക്കണം, യവനനെ അംഗീകരിക്കണം, ഇവരെ എല്ലാം അംഗീകരിക്കുന്ന ഒരുത്തൻ വരണം. അങ്ങനെ ഒരുത്തൻ വന്നാലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന് ലോകജനം പറഞ്ഞുകൊണ്ടിരിക്കുക. അതൊരാവശ്യവുമാണ്. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണമേ. സ്തോത്രം. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു കളക്ടർ ദിവ്യ എസ് അയ്യർ ഒരു പാട്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് പാടി. എത്ര പേര് കേട്ടെന്നറിയത്തില്ല. അപ്പോൾ യേശുക്രിസ്തു കറുത്തവനാണെന്നും പറഞ്ഞുകൊണ്ട് കുറേ കാര്യം പറഞ്ഞു, വെളുത്തവനാണെന്നും പറഞ്ഞ് കുറേ കാര്യം പറഞ്ഞു, യേശുക്രിസ്തു സ്ത്രീയാണെന്നും പറഞ്ഞ് കുറേ കാര്യം പറഞ്ഞു. പാട്ടായിട്ട് പാടിയതാണ് കേട്ടോ. ഇപ്പോൾ ക്രിസ്ത്യാനികളെല്ലാം ഭയങ്കരമായിട്ട് പ്രതികരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആളുകൾ, എനിക്ക് സത്യത്തിൽ അതിനകത്ത് വലിയ ഇതായിട്ട് തോന്നിയില്ല. തോന്നാത്തതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ അവരൊരു കവിയത്രിയായിട്ടാണ് അവർ ചെയ്തത്. കാവ്യ പാടുമ്പോൾ അവർ കറുത്തവനാണെങ്കിലും വെളുത്തവനാണേലും അവന് യേശു അവരോടൊപ്പം ഉണ്ടെന്നുള്ളൊരു ചിന്താഗതിയിലാണ് നമ്മളെല്ലാം. എന്നിട്ട് ആളുകൾ പറയുന്നൊരു കാര്യമുണ്ട്, ഇത് മറ്റുള്ള ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരുന്ന വിവരം അറിഞ്ഞാനുമെന്ന്. അവരുടെ സമത്വമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അവർ പാടിയത്. ഇനിയും കേട്ടില്ലെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾ കേൾക്കും ആ പാട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളതിൻ്റെ അറ്റത്തൊന്നും പിടിക്കണ്ട ആരെങ്കിലും ഞാൻ പറഞ്ഞാലും. അവർ ചിന്തിച്ച ഒരു കവിയുടെ ഭാവനയെ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. യേശുവിനെ അവഹേളിച്ചൊന്നുമില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഈ അറ്റത്ത് പിടിക്കാൻ നിൽക്കുമല്ലേ എന്തിനെങ്കിലും ഒരു കാര്യത്തിന്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സ്തോത്രം, ഈ ഇവൻ നയബുദ്ധിയാൽ, അങ്ങനെയാണ് ദാനിയേലിനോട് പറഞ്ഞത്. അവനാണ് എതിർ ക്രിസ്തു, അവനാണ് മൃഗം. അവനോട് ചേർന്നാണ് കള്ളപ്രവാചകൻ നിൽക്കുന്നത്. ഇന്നലെ നമ്മുടെ ഇവിടെ വന്ന ആ സഹോദരി സിസ്റ്ററോട് ഞാൻ പറഞ്ഞു, ഒരു മതമേലധ്യക്ഷനായിരിക്കും കള്ളപ്രവാചകനായിട്ട് വരുമെന്നെന്ന് പറഞ്ഞത്. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു അവരുടെ മേലധ്യക്ഷനാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ ഒരു മതമേലധ്യക്ഷൻ അവനോട് ചേർന്ന് നിൽക്കും. നയബുദ്ധിയാൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഈ എതിർ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കും, കാര്യങ്ങൾ നടത്താൻ വേണ്ടി ചേർന്ന് നിൽക്കും. അവനാണ് കള്ളപ്രവാചകൻ. മറ്റേത് മൃഗമാണ്. ആ മൃഗത്തിൻ്റെ മേൽ ഏദൻ തോട്ടത്തിൽ ഇറങ്ങി വന്ന അതേ പഴയ പാമ്പായ ആ പാമ്പ് പിശാചാണ് അവനിൽ ആവസിക്കുന്നത്. 3 ശക്തികളാകട്ടോ. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവെന്ന് പറയുന്ന പോലെ സാത്താനും ഒരു തൃത്വമുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? തൃത്വം എന്ന് പറഞ്ഞാൽ 3 കൂടിയ. സാത്താൻ്റെ തൃത്വമാണ് പിശാച്, മൃഗം അഥവാ അന്തിക്രിസ്തു, കള്ളപ്രവാചകൻ. ഇവരെ 3 പേരെയും തീപ്പൊയിലേക്ക് തള്ളാനുള്ളതാണ്. ദൈവിക തൃത്വം പോലെ തന്നെ പൈശാചിക തൃത്വമുണ്ട്. ആ പൈശാചിക തൃത്വമാണ് പിശാച്, കള്ളപ്രവാചകൻ, മൃഗം, കള്ളപ്രവാചകൻ. അപ്പൊ നയബുദ്ധിയാൽ അവൻ എന്ത് ചെയ്യും? ദാനിയേലിന്റെ സാധിപ്പിക്കുകയും സ്വഹൃദയത്തിൽ വമ്പ് ഭാവിച്ച് നിശ്ചിതയോടെ ഇരിക്കുന്ന പലരെയും നശിപ്പിക്കുകയും കർത്താവിനോട് എതിർത്ത് നിന്ന് കൈ തൊടാതെ തകർന്നു പോവുകയും ചെയ്യും. ഇവൻ കർത്താവിനോട് എതിർത്ത് നിൽക്കും. ഒന്ന് ആലോചിച്ച് നോക്കി. കർത്താവിനോട് നമ്മൾ വെളിപ്പാട് 19:21 വായിച്ചത്, കർത്താവ് വരുമ്പോൾ ഇവനോട് ചേർന്ന സഖി എല്ലാം കൂടെ എന്ത് ചെയ്യും? കർത്താവിനെതിരെ എതിർത്ത് നിൽക്കും. കൈ തൊടാതെ അവൻ തകർന്നു പോകും. കർത്താവിന് അമ്പും വില്ലും എടുത്ത് യുദ്ധം ചെയ്യേണ്ട കാര്യമുണ്ടോ? കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ചാൽ പോരെ? നിങ്ങളെ വാക്യങ്ങളെ അർത്ഥം ഒന്ന് മനസ്സിലാക്കി. ഇതിപ്പം ഒരു ചെവിക്ക് രസമില്ലാത്തതുകൊണ്ട് നമുക്ക് കേൾക്കാനൊരു ഇമ്പം തോന്നുകയല്ല. അവിടെ വായിച്ചു, കൈ തൊടാതെ എന്ന് വെച്ചാൽ കർത്താവ് ഒന്ന് അവൻ്റെ വായിലെ വാളിനാൽ അല്ലെങ്കിൽ ശ്വാസത്താൽ അതിനെ ഇല്ലായ്മ ചെയ്യും. കൈ തൊടാതെ ഇവരെല്ലാം നശിച്ചു പോകും. നമ്മളെ മുമ്പേ വായിച്ച ഭേദഭാഗം തന്നെ ഇത് പല ഭാഗങ്ങളിലായി കൊടുത്തിരിക്കുക. അവരെന്ത് ചെയ്യും? സ്തോത്രം, കൈ തൊടാതെ തകർന്നു പോകുകയും സന്ധികളെയും ഉഷസ്സുകളെയും കുറിച്ച് പറഞ്ഞിരിക്കുന്ന ദർശനം സത്യമാകുന്നു. സ്തോത്രം. ഈ സത്യം വേദപുസ്തകത്തിൽ 70 ആഴ്ചവട്ടമെന്ന് പറയുന്ന ഒരു കണക്കുണ്ട്. നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. 70 ആഴ്ചവട്ടം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ അതിനെക്കുറിച്ച് പഠിച്ചതാണ്. ഇപ്പോൾ ഈ ഒരാഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ ഇതുവരെയും വന്നിട്ടില്ല. ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ബ്രാക്കറ്റ് പീരീഡാണ്.
എന്നാൽ എതിർ ക്രിസ്തു വരുമ്പോൾ ആ ഒരു 7 വർഷക്കാലമാണ് ദൈവസഭ എടുക്കപ്പെട്ടതിന് ശേഷം ആ 7 വർഷത്തെയാണ് 70-ാമത്തെ ആഴ്ചവട്ടമെന്ന് പറയുന്നത്. ഈ അന്ത്യക്രിസ്തു വന്ന് ഭരിച്ച് കർത്താവിനെതിരായി നിന്ന് കർത്താവ് അവരെ ഇല്ലായ്മ ചെയ്യുമ്പോൾ ഈ 70 ആഴ്ചവട്ടം എന്ത് ചെയ്യും? പൂർത്തിയാകും. വല്ലതും മനസ്സിലാകുന്നുണ്ടോ ആളുകൾക്ക്? 70-ാമത്തെ ആഴ്ചവട്ടം എന്ന് പറയുന്നത് കർത്താവ് വന്ന് ഇവനെ ഇല്ലായ്മ ചെയ്യുമ്പോൾ അതാണ് 70 ആഴ്ചവട്ടം. അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായം 24-ാമത്തെ വാക്യം കൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം. അവർ വാളിന്റെ വായ്ത്തലയാൽ വീഴുകയും അവരെ സകല ജാതികളിലേക്കും ബദ്ധരായി കൊണ്ടുപോകുകയും ജാതികളുടെ കാലം തികയുവോളം. സ്തോത്രം, ഹല്ലേലൂയ. ജാതികളെ, ഇസ്രായേൽ മക്കളെ പീഡിപ്പിക്കും. സക്രിയാവ് പറഞ്ഞ പോലെ അവരെ പീഡിപ്പിക്കും. അവരെ വാളിന്റെ വായ്ത്തലയാൽ കൊല്ലുകയും അവരെ സകല ജാതികളിലേക്കും ഭദ്രായി കൊണ്ടുപോവുകയും ജാതികളുടെ കാലം തികയുവോളം ജാതികൾ യെരൂശലേം ചവിട്ടിക്കളയുകയും ചെയ്യും. കേട്ടോ, ഇപ്പൊ കാണുന്ന കാര്യം മാറും കേട്ടോ. ജാതികളുടെ കാലം തികയുവോളം യെരൂശലേമിനെ എന്ത് ചെയ്യും? ചവിട്ടിക്കളയും. അന്നേരമാണ് ഇവരെല്ലാവരും കൂടെ വീണ്ടും അവരെ ഇല്ലായ്മ ചെയ്യാനാണ് എന്ത് ചെയ്തിരുന്നത്? വരുന്നത്. ഈ സകല ജാതികളും അവരെ ഇല്ലായ്മ ചെയ്യാൻ വരുമ്പോൾ ഈ 70-ാമത്തെ ആഴ്ചവട്ടം പൂർത്തിയാകുമ്പോൾ അപ്പോഴാണ് നമ്മുടെ കർത്താവ് അവരെ കടന്നു വന്ന് രാജാതി രാജാവും കർത്താതി കർത്താവുമായി അവൻ്റെ പരസ്യമായ വരവ്. വളരെ ശ്രദ്ധിക്കണേ, കർത്താവിൻ്റെ വരവിന് 2 ഘട്ടമുണ്ട്. ഒന്ന് രഹസ്യവരവ്. രഹസ്യവരവെന്ന് പറയുമ്പോൾ തനിക്കായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ കർത്താവ് വരുന്ന ആ രഹസ്യവരവ്. അതാണ് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുമെന്ന് പറയുന്നത് രഹസ്യപരമാണ്. കണ്ണിമയ്ക്കുന്ന, ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. മരിച്ചവർ അക്ഷയരായി എന്തു ചെയ്യും? ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. അതാണ് കർത്താവിൻ്റെ രഹസ്യപരവ്. എന്നാൽ പരസ്യപരവാണ് നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന വെളിപ്പാട് പുസ്തകം 19:21 മുതൽ വായിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവ് അക്ഷരാർത്ഥത്തിൽ വന്ന് ഈ ജാതികളെ ഇല്ലാതാക്കും. ഹാനോക്ക് പറയുന്ന പോലെ ഇതാ അവരെല്ലാവരെയും വിധിപ്പാൻ 1000 വിശുദ്ധന്മാരോടുകൂടി വന്നിരിക്കുന്നു എന്നുള്ള വാക്കം അവിടെ നിറവേറും. അപ്പോൾ നമ്മൾ വായിച്ച ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായം വായിച്ചത് ജാതികളുടെ കാലം തികയുവോളം. ഈ 19-ാം അധ്യായം പൂർണ്ണമാകുമ്പോൾ ജാതികളുടെ കാലം തികയും. 70 ആഴ്ചവട്ടം എന്ത് ചെയ്യും? തീരും. കർത്താവ് പുതിയൊരു രാജ്യം ഉണ്ടാക്കും. 1000 വർഷം യെരൂശലേം തലസ്ഥാനമാക്കി കർത്താവ് ഈ ഭൂമിയെ ഭരിക്കും. വെളിപ്പാട് 20 മുതലാണ് അടുത്ത ദിവസം ചിന്തിക്കാനുള്ള ഒത്തിരി കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ പറയാനുണ്ട്. അപ്പോൾ പരമാവധി ആളുകൾ മിസ് ചെയ്യാതിരിക്കുക. ഇനി ആരെങ്കിലും മിസ് ചെയ്താൽ നമ്മുടെ ഗ്രൂപ്പിൽ ഈ പ്രസംഗം ഇടുന്നുണ്ട്, അത് ശ്രദ്ധിച്ച് കേൾക്കുക. ഇനി സംഭവിക്കാനുള്ള സംഭവമാണ്. ഇത് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ വചനം പഠിച്ച് മറ്റുള്ളവരോട് ഈ കാര്യങ്ങൾ എന്ത് ചെയ്യണം? പറയണം. മറ്റുള്ളവരോട് പറയണം. ഹല്ലേലൂയ. മറ്റുള്ളവരോട് ഇങ്ങനെയുള്ളൊരു കാര്യം പറയണം. സുവിശേഷം പറയാൻ ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യം, ഞാനൊരു പെന്തക്കോസ്ത് വിശ്വാസിയാണെന്നൊന്ന് പറഞ്ഞാൽ മതി. അവർ ബാക്കി പണിതോളും നമുക്കിട്ട്. അന്നേരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാനുള്ളൊരു സാഹചര്യം കിട്ടും. ഞാൻ പലരോടും പറയാറുണ്ട് ഞാനൊരു പാസ്റ്ററാണ്. ഞാൻ ചിലരോട് പറയാറുണ്ട് നിങ്ങൾക്ക് എന്ത് വേണേലും ചോദിച്ചോളാൻ പറയാറുണ്ട് ബൈബിളിൽ നിന്ന്. ചിലയിടത്ത് അങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. നമ്മളെല്ലാം കൂടെ അങ്ങ് അടിച്ചേൽപ്പിക്കാൻ പറ്റത്തില്ല കേട്ടോ. പിന്നെ വേറൊരുത്തൻ്റെ വിശ്വാസത്തെ നമുക്ക് ഹനിക്കാൻ പറ്റത്തില്ല. നമ്മൾ കയറി അതും ഇതും പറയാൻ പറ്റത്തില്ല. ഭരണഘടന എല്ലാവർക്കും എന്തും വിശ്വസിക്കാൻ പറ്റാനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ക്രിസ്തുവിനെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അത് നമ്മൾ ബുദ്ധിയോടെ ഇടപെടുക. കർത്താവ് നമ്മളോട് പറഞ്ഞു, നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായിരിക്കണം. ചില സമയത്ത് ബുദ്ധിയോടെ നമ്മൾ ഇടപെടണം. ഹല്ലേലൂയ. ഈ നാളുകളിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇപ്പം നമ്മുടെ ചില ആളുകൾ ബുദ്ധികേടായി പ്രസംഗിക്കുന്നതുകൊണ്ട് കേസും പ്രയാസവും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് വരാറായി. അതിനുവേണ്ടി നമുക്കൊരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.